ഹായ് ഹലോ നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് പുതിയ വീഡിയോ അല്ല, ഇത് ആക്ച്വലി സ്വല്പം പഴയ വീഡിയോ. പഴയെന്ന് വെച്ചാൽ ഏകദേശം 5 വർഷം പഴക്കമുള്ളൊരു വീഡിയോ ആണിത്. ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ കഥയാണിത്, ദി ഫ്ലഡ്. ഇന്ന് 2021 നവംബർ മാസം 14 തീയതി ചിൽഡ്രൻസ് ഡേ ആണ്. ഇപ്പോൾ കൊറോണ കാലമൊക്കെയാണ് 2021, പക്ഷേ സ്കൂളുകളൊക്കെ ക്ലാസ്സുകളുണ്ട്, ഓൺലൈൻ ക്ലാസ്സുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇപ്പോഴും കൊറോണ കാലത്തിൻ്റെ പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുന്നുണ്ട്. മാസ്ക് ഒക്കെ വെച്ചാണ് എല്ലാവരും നടക്കുന്നത്. ഇത് 2021 ആണല്ലോ. രാവിലെ ഞാൻ ഞായറാഴ്ച ആയതുകൊണ്ട് പള്ളിയിൽ കുർബാനയ്ക്ക് പോകാൻ കഴിഞ്ഞില്ല. പുറത്തോട്ടൊക്കെ ഇറങ്ങിയപ്പോൾ മഴയുണ്ട്. ഞങ്ങളുടെ ചുറ്റുമുള്ള വയലിലൊക്കെ വെള്ളം കയറുന്നുണ്ട്. എന്നാലും വലിയ പരിഭ്രാന്തി ഒന്നുമുള്ള അവസ്ഥയല്ല. പറയാൻ വരുന്നത് അടൂരിൻ്റെ ചരിത്രത്തിലുണ്ടായ ഒരു വലിയ വെള്ളപ്പൊക്കത്തിൻ്റെ കഥയാണ്. വെള്ളം കയറി കിടക്കുന്ന തിരിച്ചു വരുമ്പോ എന്തോ അവസ്ഥ അറിയത്തില്ല. ഇന്നോളം ഇത്രയും വലിയൊരു വെള്ളപ്പൊക്കം അടൂരെന്ന പ്രദേശത്ത് ഉണ്ടായതായിട്ട് ഞങ്ങൾക്കറിയില്ല. രാവിലെ 9:45 ഞാനും എൻ്റെ ഫാദറും കൂടെ പത്തനാപുരം വരെ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഞാൻ ഗേറ്റ് തുറക്കാൻ വേണ്ടി ഇറങ്ങി ചുറ്റും നോക്കിയപ്പോൾ വയലുകളിൽ വെള്ളം നിറയുന്നുണ്ട്. പക്ഷെ വലിയ പരിഭ്രാന്തിയൊന്നുമില്ല. തൊട്ടപ്പുറത്തുള്ള തോട്ടിൽ നിന്നുള്ള വെള്ളം റോഡിൻ്റെ അതേ ലെവലിൽ എത്തിയിട്ടുണ്ട്. സാധാരണയായി ഇത്രയൊന്നും വെള്ളം മഴയത്ത് കയറാറുള്ളതല്ല, ആദ്യമായിട്ടാണ് റോഡിലോട്ട് വെള്ളം കയറുന്നത്. എങ്കിലും വലിയ പരിഭ്രാന്തിയില്ല. ഞങ്ങൾ നേരെ പത്തനാപുരത്തേക്ക് പോകാൻ ഇറങ്ങി. കൊറോണ ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ, 2021 നമുക്ക് രണ്ടാമത്തെ കൊറോണയുടെ ഒരു വേവ് ഉണ്ടായപ്പോൾ അത് ഓഗസ്റ്റിലായിരുന്നു. അപ്പോൾ അതിനുശേഷം നവംബറിലാണ് ഇത് സംഭവം, ഈ മഴയൊക്കെ ഉണ്ടാകുന്നത്. എങ്കിലും കൊറോണ കാലത്തിൻ്റെ എല്ലാ പ്രിക്കോഷൻസ് ഇപ്പോഴും എടുക്കുന്നുണ്ട്. റോഡിൻ്റെ ഇരു സൈഡിലും വെള്ളം കയറിയിട്ടുണ്ട്. എങ്കിലും വാഹന ഗതാഗതമൊക്കെ നടക്കുന്നുണ്ട്. മറ്റ് വാർത്തകളൊന്നുമില്ല വെള്ളം കയറുന്നതിൻ്റെ ഒന്നും. പത്തനാപുരത്തേക്ക് പുറപ്പെട്ട ഞങ്ങൾക്ക് കായംകുളം പുനലൂർ റോഡിൽ പലയിടത്തും വെള്ളക്കെട്ടുള്ളതിനാൽ തിരികെ പോരേണ്ടി വന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വീടിൻ്റെ പരിസരത്തിൽ വെള്ളം കയറുന്നതിനാൽ ചെറിയൊരു പരിഭ്രമം ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് പോയപ്പോൾ അത് കാരണം തിരികെ വന്നപ്പോൾ ഒരു ആശ്വാസമാണുള്ളത്. തിരികെ വരുമ്പോൾ പോയതിനേക്കാളും കുറച്ചും കൂടെ വെള്ളം കയറിയിട്ടുണ്ട്. റോഡിലേക്ക് കുറച്ചും കൂടെ വെള്ളം കയറി. ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴിയിലും പതുക്കെ പതുക്കെ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. റോഡ് പോയാലോ. നമ്മുടെ ഗേറ്റ് എന്ത് ചെയ്യും? റോഡിൻ്റെ ഇരു സൈഡിലും വയലായതിനാൽ വെള്ളം കയറുന്നുണ്ട്. വീടിൻ്റെ മുറ്റത്തേക്കും കുറച്ച് വെള്ളം കയറുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ വെള്ളം കയറിയ ചരിത്രമില്ലാത്തതിനാൽ വാഹനങ്ങളൊന്നും മാറ്റുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. എങ്കിലും വെള്ളം പതുക്കെ കയറി തുടങ്ങിയപ്പോൾ ഞാൻ പെട്ടെന്നുണ്ടായ ഒരു ബുദ്ധിയിൽ വാഹനം കുറച്ച് ഉയർന്ന സ്ഥലത്തേക്ക് മാറ്റിയിടാൻ തീരുമാനിച്ചു. അപ്പോഴേക്കും റോഡിൽ കുറച്ചും കൂടെ വെള്ളം കയറി. മുന്നോട്ട് വന്നപ്പോൾ അടുത്തുണ്ടായ പശു ഫാമിൽ നിന്ന് പശുക്കളെയുമൊക്കെ ആൾക്കാർ മാറ്റാൻ തുടങ്ങി. സ്ഥിതിഗതികൾ പതുക്കെ വഷളാവുകയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു.
വീട്ടിൽ നിന്ന് കുറച്ച് മാറി കുറച്ച് ഉയരമുള്ള സ്ഥലത്ത് വാഹനം ഇട്ടിട്ട് തിരികെ ഞാൻ വീട്ടിലേക്ക് നടക്കുകയാണ്. പോയപ്പോൾ ഉണ്ടായ വെള്ളത്തിനേക്കാളും തിരികെ വന്നപ്പോൾ അത് വെള്ളം കുറച്ചും കൂടെ കയറി നിൽക്കുന്നു. ഇങ്ങനെ ഒരു അവസ്ഥ ഞാനിവിടെ കണ്ടിട്ടില്ല. പശുക്കളെയൊക്കെ തൊട്ടടുത്ത വീട്ടിലേക്ക് മാറ്റി കെട്ടുകയാണ്. ഈ ഒരു ഉയരത്തിൽ വെള്ളം കയറുന്നത് ഞാൻ എൻ്റെ ചരിത്രത്തിൽ കണ്ടിട്ടില്ല. തിരികെ വീട്ടിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങിയപ്പോഴേക്കും വെള്ളം വല്ലാതെ ഉയർന്നു കഴിഞ്ഞിരുന്നു. എഴുജന്തുക്കൾ ഉണ്ടെന്നുള്ള ഭയം കൂടെ എൻ്റെ മനസ്സിലുണ്ട്. വയലിൻ്റെ ഈ ഭാഗമൊക്കെ നല്ല ആഴമാണ്. റോഡും വയലും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാനാവാത്ത വിധം വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പേടിച്ചതുപോലെ ഒരു പുളവൻ വെള്ളത്തിൽ കൂടെ പോകുന്നുണ്ട്. ഭയം മനസ്സിലുണ്ടെങ്കിലും അത് പുറത്തു കാട്ടാതെ ഞാൻ വീണ്ടും മുന്നോട്ട് നീങ്ങി. മുന്നോട്ട് പോകാനുള്ള വഴി തീർന്നപ്പോൾ ഞാൻ പതുക്കെ വെള്ളത്തിൽ ചാടി കുതിച്ച് വീട്ടിലേക്ക് ഓടി. അപ്പോഴേക്കും വീടിൻ്റെ സ്റ്റെപ്പ് വരെ വെള്ളമെത്തി. വെള്ളത്തിൻ്റെ അളവ് അല്പാൽപമായി ഉയർന്നു. ഇത്രയധികം വെള്ളം എൻ്റെ മുറ്റത്ത് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ പിതാവിൻ്റെ കാലത്തും കണ്ടിട്ടില്ല. ഞങ്ങളിവിടെ ഏകദേശമായി 100 വർഷമായിട്ട് ജീവിക്കുന്നവരാണ്. ഈ കാലയളവിലൊന്നും ഇങ്ങനൊരു വെള്ളം ഇവിടെ പൊങ്ങിയതായിട്ട് അറിവില്ല. ആരാണ് ഇങ്ങോട്ട് വരുന്നത്? കണ്ടത്തിലവരായിരിക്കും. സമീപത്തൊക്കെ വെള്ളം പൊങ്ങുന്നത് കണ്ട് നാട്ടുകാരൊക്കെ പതുക്കെ ഓരോ വീടിലേക്കും ഹെൽപ്പിനായി ചെന്നു തുടങ്ങി. വണ്ടി ഞാൻ മാറ്റി. അതവിടെ ഇരുന്നോട്ടെ. ഇനിയിപ്പോൾ ഒന്നുമില്ല. സാധനം എടുത്ത് മേപ്പോട്ട് വെക്കാം. അല്ല, അത് വെച്ചാൽ പോരാ, വേറെ ഒന്നും ഇല്ല. ഒന്നും പറ്റിയില്ല. അവിടെ നിന്ന് അപ്പുറത്തിറങ്ങുന്ന രീതിയിലുള്ള ഇപ്പോൾ വെള്ളം ഇത്രയേറെ പൊങ്ങിയെങ്കിലും വീടിനുള്ളിലേക്ക് വെള്ളം കയറുമെന്നോ സാധനങ്ങളൊക്കെ മാറ്റണമെന്നോ എന്നുള്ള ചിന്തയൊന്നും അപ്പോഴും മനസ്സിലില്ല. കാറ് മാറ്റിയെങ്കിലും മറ്റ് സാധനങ്ങളൊന്നും മാറ്റണമെന്നില്ല. കാരണം ഇതിലപ്പുറം വെള്ളം പൊങ്ങില്ല എന്ന് തന്നെയാണ് എൻ്റെ വിചാരം. പെട്ടെന്നാണ് സ്ഥിതിഗതികൾ മാറിയത്. എൻ്റെ വീട്ടിലേക്കുള്ള വഴിയുടെ മതിലിടിഞ്ഞു. വെള്ളം വീടിനുള്ളിലേക്ക് കുതിച്ചൊഴുകി. ഒരു പുഴ പോലെയായി ഇപ്പോൾ ഒഴുക്ക്. ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ലാത്തതിനാൽ ചെറിയ പരിഭ്രാന്തി മനസ്സിലുണ്ട്. വീട്ടിൽ നിന്ന് മാറണോ അതോ ഇവിടെ തന്നെ നിൽക്കണോ? ഇത്രയും ആയപ്പോഴത്തേക്കിനും വീട്ടിൽ നിന്ന് മാറാൻ തീരുമാനിച്ചു. എൻ്റെ പിതാവും മാതാവും അപ്പോഴും ഉത്കണ്ഠയിലാണ്, മാറണോ വേണ്ടായോ. എന്തായാലും രണ്ടും കൽപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. പക്ഷേ ഇതുവഴി ഇറങ്ങും? ഇതുവഴി പോണ്ട.
എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി. ഞാനും എൻ്റെ അച്ഛനും അമ്മയും വീട്ടിൽ നിന്നിറങ്ങി റോഡിലേക്ക് എത്തുന്നത് എനിക്ക് വീഡിയോ പകർത്താൻ കഴിഞ്ഞില്ല. കാരണം ശക്തമായ ഒഴുക്കായിരുന്നു. എല്ലാവരും കൂടെ സുരക്ഷിതമായി പുറത്തെത്തി. തിരിഞ്ഞു നോക്കിയപ്പോൾ സമുദ്രം പോലെയാണ് ശക്തമായ ഒഴുക്ക്. അടുത്തുള്ള തോട്ടിലൂടെ വെള്ളം അതിശക്തമായി ഒഴുകുന്നു. റോഡ് നിറഞ്ഞ് കവിഞ്ഞ് വെള്ളം. അത് നടന്നിങ്ങ് പോന്ന്. അപ്പൊ അത്രയും വെള്ളമില്ല. ഇപ്പഴാ മൊത്തമായ സ്റ്റെപ്പേ നിൽക്കുന്നേ ഉള്ളു, മേപ്പോട്ട് കയറിയില്ല. ഫ്രിഡ്ജിന് മാറ്റാൻ പറ്റത്തില്ലല്ലോ, അത് പാടാ. അവിടെ ഇരിക്കട്ടെ. റോട്ടിൽ നിന്ന് ഞാൻ വീട്ടിലേക്ക് നോക്കി. വീട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന വെള്ളം. എന്താണ് സംഭവിക്കുന്നത്? ഈ സമയത്ത് പല ഭാഗത്തു നിന്നും വെള്ളം കയറുന്നതിൻ്റെ വാർത്തകൾ വന്നുകൊണ്ടിരുന്നു. അടൂരിൻ്റെ പല ഭാഗവും മുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള വാർത്തകളും വന്നുകൊണ്ടിരുന്നു. ഓ ഇല്ല, കാറ് കയറി പോയുണ്ടോ? ഞാൻ വണ്ടി ഉണ്ടെങ്കിൽ വെളിയിട്ട് ഞാൻ മുകളിൽ കൊണ്ടിട്ടു. സ്കൂട്ടർ പക്ഷേ അവിടെ ഇരിക്കുക. അതിന് അത് അപ്പോഴത്തെ വെള്ളം പെട്ടെന്നാ കയറി, സമയം കിട്ടിയില്ല. അങ്ങനെ 2 അടിയുടെ വേണം ചുറ്റോട്ടി കയറാൻ. ചേരയുണ്ടോ? ചേരയും കുറെ നീർക്കോലിയൊക്കെ. എന്ത് തോന്നുന്നു ഇനിയിപ്പോ മുകളിൽ നിന്നുള്ള പെയ്ത്ത് വെള്ളം കൂടാ. നമുക്കത് വിഷയമല്ല, ഇത് പെയ്ത്താ. ഓ അത് നമുക്ക് അത്ര വലിയ കാര്യമല്ലല്ലോ. നദി പൊങ്ങുമ്പോഴേ ഉള്ളൂ നമുക്ക് പ്രശ്നം. കനാലൊക്കെ പെയ്ത്താച്ചാ. അറിയാവുന്ന തിയറീസൊക്കെ പുറത്തേക്കെടുത്തു. എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വെള്ളം പൊങ്ങിയത് അടൂരിൽ? അപ്പോഴേക്കും ചില വാർത്തകളും കൂടി എത്തി. അടൂര് കുന്നിട ഭാഗത്ത് പാറമട പൊട്ടിയതാണ് വെള്ളപ്പൊക്കത്തിന് കാരണം. പക്ഷേ അപ്പോഴും സംശയം, ആ വെള്ളം എങ്ങനെ ഇങ്ങോട്ടെത്തും? അത് കുറേയധികം ദൂരെയാണ്, മറ്റൊരു ഭാഗത്തുമാണ്. ഇനി വെള്ളത്തിനൊഴുകാൻ വഴിയുണ്ടെങ്കിൽ അത് ഇതുവഴി ഒഴുകുമെന്നുള്ള തത്വം മനസ്സിലാക്കി ഇനി അതാകും എന്ന് വിശ്വസിക്കും. ഓ അവരാ ടെൻഷൻ അങ്ങ് ഓടിക്കുന്നതാന്നേ, വെള്ളമില്ലേ. അത് സ്പീഡില്ല. ഒരു കല്ലെടുത്ത് കാണിച്ചാൽ മതി. അപ്പച്ചന്റെ കാലത്ത് പോലും ഇവിടെ 80 വർഷമായി. അവരൊക്കെ അപ്പച്ചൻ 100 വർഷമായി, 102 മരിച്ചത്. എന്നിട്ട് ഇവിടെ വെള്ളം കയറിയിട്ടില്ല. അതെ, താഴെ കുറച്ച് വെള്ളം കയറിയോ? വെള്ളത്തിന്റെ പോയിട്ട് ഒഴുകി അങ്ങ് പോകും. അച്ഛനല്ലേ ഇവിടെ കൊണ്ട് പറ്റി വിലമാമാണ് എല്ലാത്തിനെയും കൊണ്ടുപോകും. ഇതിന് മുമ്പേ കൊണ്ടുപോകും. ഇത്ര വെള്ളം കയറുക കേട്ടോ, കയറുക. എന്നാ കണ്ടോ എല്ലാം മുങ്ങിയിരിക്കും. ഇനി അവിടെ നിന്നുള്ള വെള്ളം അവിടെ സൈഡിൽ ഇടിക്കും. ഞങ്ങളുടെ സൈഡ് ഇടിക്കും. ആ മതിലിടിഞ്ഞു, മതില്. ആ മതില് പൊങ്ങി. മുമ്പ് മതില് കാണായിരുന്നല്ലോ. അങ്ങോട്ട് നോക്കണ കണ്ടത്തിൽ നിന്നുള്ള വെള്ളം മൊത്തം ഇങ്ങോട്ട് വരിക. ഒഴുക്ക് കൂടുതലാണ്. നമ്മളെ നിൽക്കുമ്പോൾ കാലും എടുത്തോണ്ട് പോവുക. അവിടെ നിന്ന് ഓടുന്നത് അവരവിടെ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇല്ല. ആ കയറി കയറി. താങ്ക് യു. ആ ആ ഇവിടത്തെ അവരോ? ആ വളവിലുള്ള അമ്മച്ചി ഒറ്റയ്ക്ക് താമസിക്കുന്നത്.
അവിടെ ഇന്നലെ വെട്ടം ഉണ്ടായിരുന്നു. വെള്ളം കയറും കേട്ടോ. ആ അവിടെ നിന്ന് എല്ലാവരും പോകും. മില്ലിലോ? ആ അത് പറഞ്ഞു കേട്ടായിരുന്നു. ശരിയാ, പറഞ്ഞു കേട്ടെ. ഒരുമാതിരി എല്ലായിടത്തും മുകളിൽ വെച്ചു. ഇനിയില്ല ഫ്രിഡ്ജൊക്കെ ഉള്ളു, അതൊന്നും മാറ്റാനുള്ള സാഹചര്യം ഇല്ല. അതിനകത്തിരിക്കട്ടെ. അവരിവിടെ ഇല്ലായിരുന്നു, അവർ ഇവിടെ ഇല്ല. ഓ പള്ളി തോടിന്റെ അവസ്ഥ കൊണ്ട് ഇറങ്ങി മില്ലിൽ വെള്ളം കയറി. മില്ലില് സമയം കഴിയും തോറും പരിഭ്രാന്തി മെല്ലെ കൗതുകമായി മാറി. ഇത്രയധികം വെള്ളം കയറിയത് കാണാൻ വേണ്ടി വിവിധ സ്ഥലത്തു നിന്ന് ആൾക്കാർ വന്നു തുടങ്ങി. ക്രമേണ വാർത്തകളും വന്നു തുടങ്ങി. അടൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളം കയറി തുടങ്ങിയെന്ന്. മിന്നൽ പ്രളയം എന്ന വാക്ക് അധികം പ്രചാരത്തിലില്ലാത്ത ഒരു കാലമായിരുന്നല്ലോ 2021. അതിനുശേഷം മിന്നൽ പ്രളയം ഒക്കെ ധാരാളമായി പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും വെള്ളം കയറിയതെന്നും ഇപ്പോഴും അജ്ഞാതമാണ്. എങ്കിലും പല തിയറീസാണ് എയറിലുള്ളത്. മിന്നൽ പ്രളയമാണ്, മേഘവിസ്ഫോടനമാണ്. ശാസ്ത്രീയമായ ഒരടിത്തറയും ഒന്നിനുമില്ല, ഇപ്പോഴുമില്ല. ഈ തുള്ളിക്കൊരു കുടം എന്നൊക്കെ പറയുന്ന പോലെ അന്ന് സാധാരണ ഉള്ളതിനേക്കാൾ കൂടുതൽ സെൻറ്റിമീറ്റർ മഴയാണ് ഈ പ്രദേശങ്ങളിലൊക്കെ പെയ്തെന്നാണ് പറയപ്പെടുന്നത്. ആ അച്ഛാ, അവരങ്ങോട്ട് മാറി. കനാല് നിറഞ്ഞ് മൊത്തം നിറഞ്ഞ്. അതുകൊണ്ട് കുളം ഉണ്ടായിരുന്നു. ഞാൻ എവിടെ അപ്പുറത്തെ ആ റോയിച്ചാന്റെ ഇതില്ല, വെള്ളത്തിനകത്ത് കിടക്കുമായിരുന്നു. ഇങ്ങനെ ഒഴുകി വന്നിട്ട് ആ ഇത് റോയിച്ചാന്റെ പിറ്റേനോട് പിടി. എന്തുവാ? പോയി ഒരാൾ പൊക്കത്തിലുണ്ടല്ലോ.
ആ വെക്കണാറ്റോ എന്തോ ഒന്നുമില്ല പിന്നെ തുണിയൊക്കെ ഉള്ളൂ മെത്ത കിടപ്പുണ്ട്. എല്ലാം ഷൂട്ടിങ് കേട്ടോ, ഞങ്ങളുടെ വീടാ ഷൂട്ടിങ്. മിക്കാരും ടി വിക്കാരും നമ്മുടെ വീട് വെക്കുമല്ലോ, വൈറലാവൂ. ഇഴയന്തുക്കളെ പേടിച്ചാ, അല്ലേല് റോഡ് ഇടിഞ്ഞോന്ന് നമുക്ക് അറിയത്തില്ല, മതിലിടിഞ്ഞിട്ടുണ്ട്. മഴ പതുക്കെ തോർന്നു. ഞങ്ങളുടെ ചുറ്റുമുള്ള പ്രദേശങ്ങളിലേക്ക് ഒരു സന്ദർശനത്തിനായി ഇറങ്ങി. എല്ലായിടത്തും വെള്ളം കയറി കിടക്കുകയായിരുന്നു. വീട്ടിൽ ആരും ഇല്ല, ആ വീട്ടുകാരെല്ലാം മുങ്ങിപ്പോയി. അതെല്ലാരും മുങ്ങിപ്പോയി. കേറിയില്ല, ഇപ്പൊ കേറും വണ്ടി. കേറിയില്ല അച്ഛാ, ഇപ്പൊ കേറും. ടൂറിസം തന്നെയാണോ? ടൂറിസം സ്ഫോടനം പോലെന്തോ ആയിരിക്കും. വാ ഇങ്ങോട്ട് ഇറക്കും. ഞങ്ങളെ മുങ്ങിപ്പോയി. ഞങ്ങളിനി ബോട്ടൊക്കെ വെച്ച് വരണം. അപകടകരമായ അവസ്ഥയാ. റോഡൊക്കെ പോയി ഞങ്ങൾ മാറി. ഇന്ന് കുറച്ച് ഒരു 2 മണിക്കൂറായി. ഒഴുക്കാ, മുകളിൽ നിന്ന് ഒഴുക്കുണ്ട്. ആദ്യമായിട്ടാ ഇങ്ങനെ. ചേരയും എല്ലാം ഉണ്ട്, പാമ്പും. കാണാണ്ട് പെരുമ്പാമ്പന് കുഞ്ഞ് താഴെ ഉണ്ടെന്ന് പറയുന്നത്. വണ്ടിയെല്ലാം പോയിച്ചാ, വണ്ടിയെല്ലാം പോയി. കനാല് ഫുള്ളായി, നിറഞ്ഞില്ലയോ? അതുകൊണ്ട് അവന്റെ അവിടെ വീട്ടിലെല്ലാം വെള്ളം കയറി എന്ന് പറയുന്നത് നമ്മുടെ ബാബുവിന്റെ വീട്ടിലൊക്കെ റേഷൻ കടയുള്ള അവരുടെ അങ്ങോട്ട് മാറിയിടാം. എല്ലാം മാറി. പോകും പൊക്കോ. അടൂര് മൊത്തം പോകും കിടക്കുക. ഇവിടെ അങ്ങോട്ട് പോകുന്നതാണ് കുഴപ്പമില്ല. പിന്നെ സാധനം വല്ലതും മാറ്റിവിടാ. ഫ്രിഡ്ജ് താഴെ ഇരിക്കുവാ, പക്ഷേ ബാക്കിയൊക്കെ ഒരുമാതിരിയൊക്കെ മാറ്റി. സർട്ടിഫിക്കറ്റ് മാറ്റി. നമ്മുടെ ഈ താഴത്തെ നിലയിലോട്ട് കയറിയിട്ടുണ്ടോ? കേറിയിട്ടില്ല. അങ്ങനെ കേറാൻ 2 അടിയുടെ കയറണം. ഇപ്പൊ മഴ അടുത്ത മഴ വരുന്നുണ്ടോ? കളഞ്ഞൂരൊക്കെ ഒരാൾ പൊക്കത്തിലായെന്ന് പറയുന്നത്. എല്ലായിടത്തും വെള്ളമാണ്. പക്ഷെ ഇവിടെ ഉള്ളൂ, ഈ ഏരിയയിലേ ഉള്ളൂ. ഈ ഏരിയയിലേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ കനാല് വേസ് ചെയ്ത് വെള്ളം വരാനേ, പെയ്ത്ത് വെള്ളമാ. ഏതാണ്ടൊക്കെ പൊട്ടിയെന്ന് പറയുന്നുണ്ട്. എനിക്കറിയത്തില്ല, സത്യാവസ്ഥ അറിയത്തില്ല. അച്ഛനാന്ന് തോന്നുന്നു കൈ കാണിച്ചു. ഇന്നലെ ഞാനും കൊച്ചാനും കൂടെ ഇവിടെ നിന്നപ്പം നിന്നെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ ആരാണ്ട് റോഡിൽ കൂടെ ബസ്സിൽ പോകുന്നവരും മണ്ണി പോകുന്നവരെല്ലാം കയറിപ്പോടാ. എന്നെ പറഞ്ഞായിരിക്കും. വീട് മാറിക്കോ കേട്ടോ. നിരന്ന് കിടക്കുവാണ് വെള്ളം, റോഡും. ഞങ്ങളങ്ങോട്ട് പോയിട്ട് കേട്ടോ. സാധനച്ചാനല്ലേ? സാധനച്ചാനാ. രണ്ടുകൂടെ കാറും കൂടെ കൊണ്ട് ഇറങ്ങിയത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇങ്ങനെ വെള്ളം? അപ്പച്ചന്റെ കാലത്ത് പോലും ഉണ്ടായിട്ടില്ലല്ലോ. അല്ല, ഞങ്ങളുടെ കുഞ്ഞുനാളില് പിന്നെ ഈ തോടെല്ലാം കവിഞ്ഞ് എന്നാലും വീടുകളിൽ കയറിയിട്ടില്ല. തൊപ്പിയും വെച്ചോണ്ട് നടന്നോ? ഈ തൊപ്പിയും വെച്ച് കുടയും പിടിക്കണോ? എങ്ങോട്ട് പോവാ? മില്ലി വെള്ളം കയറി വെച്ചാ. മില്ലി വെള്ളം കയറി അതങ്ങോട്ടൊന്ന്
നല്ല ഒഴുക്കാ. ചേച്ചി ചേര കുത്തി എടുക്കുവാണോ? താക്കോലൊക്കെ ഇട്ടിട്ടാ പോയത്. കേറി അളിയാ, കേറുവോ? ഇല്ല. ചായോ ദോശാന്തി നിങ്ങളൊക്കെ നീന്തി പോവാ. അച്ഛൻ്റെ കാര്യം കൊണ്ടാ ഞാൻ വന്നു. അല്ല ഇത്രയും ദൂരം താണ്ടി വരാം. ഓ ഇത് ഭീകര ഒഴുക്കാ കേട്ടോ. മേളിലൊക്കെ നിൽക്കാതിരിക്കുന്നതായിരിക്കും ഭീകര ഒഴുക്കാ ഇല്ലയോ? പാലത്തിൻ്റെ ഒക്കെ മേളിൽ നിൽക്കാതിരിക്കുന്നതായിരിക്കും. ഇത് ഭീകര ഒഴുക്കാ. നമുക്ക് അങ്ങോട്ടങ്ങ് പോവാം. ഇനി അങ്ങോട്ട് വെള്ളമില്ലല്ലോ. ഈ വെള്ളത്തിൽ വീണാൽ നമ്മൾ ചത്തുപോകും. ഒരുപാട്. കനാലിൻ്റെ അവിടെ പോയത്. യെസ്. ചവിട്ടി പിടിച്ചോ, അല്ല വേറത്തില്ല. ഇതാ അരുൺ സാറ്. ഇവിടെ നീന്തി കരഞ്ഞോ? ഇങ്ങോട്ട് നീന്തി കടന്നോ? ഇങ്ങോട്ട് വരാനുള്ള പരിപാടിയാണ്. വരണ്ടാന്ന് പറയാം. സാറേ ഞങ്ങൾ അഭയാർത്ഥികളായി. അകത്ത് കയറിയില്ല. ഞങ്ങളുടെ കടയുണ്ട്, ചായ കുടിച്ചിട്ട് പോ സാറേ. ഞങ്ങളുടെ കടയൊക്കെയുണ്ട് ഇവിടെ. നിങ്ങൾ ടൂറിസ്റ്റുകൾക്ക് ചായ കുടിക്കാം. ഈ റോഡിൽ കൂടി ഇത്രയും വണ്ടി ഇല്ലാത്തതാണല്ലോ കാണാൻ വേണ്ടിട്ട് കയറി സാർ അങ്ങോട്ട് വരുന്നില്ല. വണ്ടി ഓടിച്ച് വാ സാറേ, വണ്ടി ഓടിച്ച് വാ സാറേ. ടാറ്റാ. നമ്മൾ നിക്കാം. കേറ് കേറ്. വണ്ടി വണ്ടി ആ മഴയത്തിറങ്ങി നടന്നോ. നിങ്ങൾക്ക് അസൂയാ സാറേ എന്നോട്. അതെ അതെ. അവിടെ നമ്മുടെ ബാബുവിൻ്റെ വീടിൻ്റെ അവിടെ ഒഴുക്കാണ്. അവിടെ നല്ല ഒഴുക്കാണ്. ആ ഒഴുക്ക് വഴി ആ കണ്ടത്തിലോട്ടങ്ങ് മഴ ഷാനിച്ചാൻ്റെയോ? ഓ അത് മുകളിലല്ലേ വെള്ളം കയറുന്ന.
നടക്കാനും വേണ്ടിയുള്ള മലയൊന്നുമില്ലല്ലോ. അതാ ഈ നമ്മളൊക്കെ ഇവിടെ പോയാൽ നമ്മൾ ചത്തു ഉറപ്പാ. ഓ എന്തോ അവിടെ നിന്ന് മാറി മുകളിലൊരു വീട് ഇവരുടെ വീട്. അവിടെ സ്റ്റെപ്പായി കണ്ടോ, അടുത്ത സ്റ്റെപ്പ് വരയ്ക്കാത്ത. അവിടെ ചുഴിയാണോ ചുഴി? വീഡിയോ എടുക്കുക. ആ ശരി. ഉണ്ടല്ലേ കെട്ട് കെട്ട് കാണുന്നില്ലല്ലോ. കെട്ട് കാണുന്നില്ല. മാറി മാറി ഇവരെ ഇറക്കി വിട്ടല്ലേപ്പാ. അല്ല ഇറക്കി വിട്ടാപ്പാ. അല്ലല്ലേ വഴി കൂടെ നടക്കാൻ പറ്റില്ല. എങ്ങനെ ഇല്ല അങ്ങോട്ട് നടക്കാൻ വരെ ഇഴയന്തുക്കളൊക്കെ അല്ലേ, അങ്ങോട്ട് നടക്കാൻ പറ്റില്ല. പട്ടിയാണ്. എവിടെ വിടുക നമ്മുടെ വീടിൻ്റെ അപ്പുറത്ത് അങ്ങനെ സമയം വൈകുന്നേരം 5:30 വെള്ളം പതുക്കെ ഇറങ്ങിത്തുടങ്ങി. ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. എന്താണ് വീട്ടിലെ അവസ്ഥയെന്ന് അറിയില്ല. രാത്രി ഭയങ്കര ആളായിരുന്നു ഇവിടെ കാണാൻ വേണ്ടി. വീട്ടിലേക്കുള്ള വഴി തീർത്തും താറുമാറായിരുന്നു. ഇഴജന്തുക്കളുണ്ടോ എന്ന് ശ്രദ്ധിച്ച് പതുക്കെയാണ് വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. വീട്ടിലേക്കുള്ള വഴിയിലെ ചെറിയ മതിലൊക്കെ ഇടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു. ഈ സമയം ദൃശ്യമാധ്യമങ്ങളിൽ അടൂരുണ്ടായ വെള്ളപ്പൊക്കത്തെക്കുറിച്ച് വാർത്തകളും വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ദൃശ്യങ്ങൾ. പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും അധികം നാശനഷ്ടങ്ങൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അടൂർ മേഖലയിലാണ്. അടൂരിൽ ഏനാത്ത് മണ്ണഴി മേഖലകളിലൊക്കെ തന്നെ പല വീടുകളിലും താഴ്ന്ന പ്രദേശങ്ങളിൽ പല വീടുകളിലും വെള്ളം കയറി. താഴ്ന്ന പ്രദേശങ്ങളിൽ റോഡുകളൊക്കെ തന്നെ വെള്ളക്കെട്ടിലായി. മുമ്പ് ശ്യാം സൂചിപ്പിച്ചതുപോലെ തന്നെ കൊട്ടാരക്കരയിൽ നിന്ന് ഏനാത്തേക്ക് വരുമ്പോൾ ഏനാത്ത് ഭാഗത്ത് പുതുശ്ശേരി ഭാഗത്തൊക്കെ MC റോഡിൽ വെള്ളം കയറി ഗതാഗതം ഭാഗികമായി തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ട്. പത്തനംതിട്ട KP റോഡിൽ പലയിടങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിൽ ചാങ്കൂർ അടക്കമുള്ള പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഈ മേഖലയിലും ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ
എന്തായാലും ഇവിടെ കഴിയുന്നില്ല. ഇന്നിവിടെ നിൽക്കുന്നില്ല, ഇത് ഇറങ്ങട്ടെ. ഇതായിട്ട് വല്ല മഴ ഉണ്ടല്ലോ. എന്തായാലും 14-ാം തീയതി രാത്രിയിൽ തന്നെ കുറച്ച് ക്ലീനിങ് പരിപാടികൾ തുടങ്ങി. അന്നവിടെ കിടക്കാൻ ഉദ്ദേശമില്ലായിരുന്നു, എങ്കിലും ഞാൻ അവിടെ തന്നെയാണ് കിടന്നത്. രാത്രിയിൽ കുറച്ച് കൂട്ടുകാരൊക്കെ വന്നിരുന്നു. അത് അപ്പോഴത്തേക്ക് കയറുമായിരുന്നു, മാറ്റാമായിരുന്നു. പക്ഷേ ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കിന് ഈ പൊളവനൊക്കെ ഉണ്ട്. എനിക്കൊരു തിരിച്ച് നടന്നാ വന്നേ, അപ്പോൾ ഒരു പേടി. ചേർക്കണ്ട കട്ടറൊക്കെ നടക്കും. അത് ഒരു പന്നല. എന്തായാലും രാത്രിയിൽ ഫാദറൊക്കെ സഹോദരൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ഇന്നലെ പെയ്ത മഴയിൽ അടൂരിൻ്റെ പല ഭാഗത്തും ഭീകരമായ അവസ്ഥയിൽ വെള്ളം കയറിയിരുന്നു. വാട്സപ്പിലും മറ്റ് സോഷ്യൽ മീഡിയയിൽ ലഭിച്ച കുറച്ച് വീഡിയോകൾ കൂടെയാണ് ഇനിയുള്ളത്. ഇത് വെള്ളക്കുളങ്ങര ഭാഗത്ത് കനാൽ നിറഞ്ഞു കവിഞ്ഞ് അടൂർ കടമ്പനാട് റൂട്ടിലേക്ക് വെള്ളം കരകവിഞ്ഞൊഴുകുന്നതാണ്. അടൂരിൻ്റെ ചില ഭാഗങ്ങളാണ്. എവിടെയാണെന്ന് എനിക്കിപ്പോൾ ഉറപ്പില്ല. അറിയാവുന്നവർ ദയവായി കമൻറ്റ് ചെയ്യുക. മതിലിടിഞ്ഞു, ഇവിടുത്തെ മതിലെന്തേ? മതില് മുങ്ങി, ഗിരിയപ്പടെ മതില് മുങ്ങി. മതില് കാണാനില്ല. ഇത് മണക്കാല ഭാഗമാണെന്നാണ് അറിവ്. എനിക്ക് വ്യക്തമായി ഉറപ്പില്ല.
അടൂർ സെൻട്രൽ ടോൾ ഗാന്ധി സ്മൃതി മൈതാനം. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take. ഫ്രണ്ടിലൊക്കെ ബോർഡ് എടുത്തൊക്കെ തിരിച്ചു വെച്ചിരിക്കുക കണ്ടില്ലേ? ഗാന്ധി സ്മൃതി മൈതാനത്തിൻ്റെ അവിടെ മുട്ടറ്റം വെള്ളമാണ്. ബസ്സുകളൊന്നുമില്ല, വാഹനങ്ങളൊന്നും ഓടുന്നില്ല. പട്ടിക സമർപ്പിച്ചിട്ട് ഇപ്പോഴാണ് നന്നായിട്ട് കറക്റ്റ് അങ്ങനെ വിളിക്കട്ടെ വിളിച്ച് നോക്കട്ടെ. അതെ It's my life, it's now or never. To live, I live alive. Open highway. ഇപ്പോൾ കണ്ടത് അന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന വീഡിയോസാണ്. അതൊക്കെ അടൂർ നടന്നതാണോന്നൊന്നും എനിക്കറിയില്ല. ആ സമയത്ത് വാട്സപ്പിലൊക്കെ വന്ന വീഡിയോസാണ്. ഇത് അടൂർ KSRTCക്ക് പുറകിലുള്ള സ്ഥലമാണെന്നാണ് എൻ്റെ നിഗമനം. കറക്റ്റായിട്ട് അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. പത്രത്തിൽ കുറെ ഫോട്ടോ ഇട്ടാൽ കാര്യമുണ്ടോ? ഉണ്ടോ? ഈ കനാലിൽ കുടിഞ്ഞു പോകാതിരുന്ന അതെ മാറാമേ എന്തോടാ നോക്കുന്നത് മനസ്സിലായിട്ട് ആ വേസ്റ്റൊക്കെ പോകത്തില്ല, ഇവിടെ കിടക്കത്തേ ഉള്ളൂ. അതിവിടെ കിടന്ന് കറങ്ങത്തേ ഉള്ളൂ. ക്യാമറമാനാണോ? ക്യാമറമാൻ
വിദ്യാഭാരതി അല്ലേ? എവിടെ കുന്നട കുന്നട പാറമട ഒരു അഞ്ചുമല പാറയാണോ അതോ പാറമടയാണോ? അഞ്ചുമല പാറമട ഇപ്പുറത്ത് നമ്മുടെ അവിടെ ഒരു ശിവനമ്പലം ഉണ്ട്. അതിന് മറുപടി പറക്കോട് അറുകാലിക്കൽ അമ്പലത്തിൻ്റെ ഭാഗമാണെന്നാണ് തോന്നുന്നത്. ഐ ഡൗട്ട് സോ. നിങ്ങൾ കറക്റ്റ് സ്ഥലം അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക.
നല്ല താഴ്ചയുള്ള ഭാഗം തന്നെ. എടാ മുങ്ങിയടാ എല്ലാം മാർക്കിക്കാവും. എന്തായാലും അടൂരും ഞാനും കണ്ട ഏറ്റവും വലിയ ജലപ്രളയമായിരുന്നു 2021. പല വർഷങ്ങളിലും വെള്ളം കയറുമായിരുന്നുവെങ്കിലും ഇത്രയധികം വെള്ളം കയറിയതായിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. ഉണ്ടാവുകയൊന്നും ചെയ്തതായിട്ട് എനിക്ക് അറിവില്ല. മനുഷ്യൻ പാരിസ്ഥിതികമായി ചെയ്യുന്ന പ്രശ്നങ്ങളും ഭൂമി നികത്തലുകളും മറ്റ് പ്രക്രിയകളുമൊക്കെ ആകാം ഇതിന് കാരണം. തോടുകൾ യഥാസമയത്ത് ക്ലീൻ ചെയ്യുക, വെള്ളത്തിന് ഒഴുകേണ്ട സ്ഥലം ഉണ്ടാക്കുക, ഇതൊക്കെ ചെയ്താൽ ഒരുപക്ഷെ പ്രതിവിധി ഉണ്ടാകും. ഇനിയും ഇങ്ങനെയുള്ള വെള്ളപ്പൊക്കം ഇവിടെ ഉണ്ടാകാം എന്നുള്ളൊരു സൂചന കൂടിയാണ് ഇത്. തട്ട റോഡിൽ നിന്ന് അടൂരേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തേക്കുള്ള ഒരു വീഡിയോ ആണിത്. ഞാൻ ഒരാളെ നീന്തി പോകുന്ന വെള്ളത്തിൽ വലിയ വില കൊടുക്കുന്ന കട ഉണ്ടോ? ഫോണിനല്ലല്ലോ പിടിച്ചോണേ. മൊബൈൽ പിടിച്ചോണേ അതിനകത്ത് ക്ലിപ്പ് ഉണ്ട് ബാക്കി. രാമുട്ടി
മഴ വീണേക്കുന്നു. നേരത്തെ അവിടെ നിന്നോ. ഇനി കാണിക്കുന്ന വീഡിയോ ഒക്കെ യാഥാർത്ഥ്യമാണോ എന്നെനിക്കറിയില്ല, അല്ലെങ്കിൽ അടൂർ പ്രദേശത്ത് ഉണ്ടായതാണോ എന്നെനിക്കറിയില്ല. ആ സമയത്ത് വാട്സപ്പിലൊക്കെ ഓടി നടന്ന ഒരു വീഡിയോ ആണ്. എന്തായാലും വെള്ളപ്പൊക്കത്തിന് ശേഷം വീട് വൃത്തിയാക്കുന്നത് ഒരു ഭഗീരഥ പ്രയത്നമായിരുന്നു. 4-5 ദിവസം എടുത്താണ് വീട് ഏകദേശം ഒക്കെ ഒന്ന് വൃത്തിയായത്. ഇനിയും ഇങ്ങനെയുള്ള വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതുണ്ടാകാതിരിക്കാനുള്ള നടപടികൾ നമ്മുടെ സർക്കാരും ജനങ്ങളും ഏറ്റെടുത്ത് നടത്തുമെന്നും പ്രത്യാശിക്കാം.